ഹലോ എവരിവൺ. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സും അതുപോലെ തന്നെ യൂട്യൂബിലെ ഫോളോവേഴ്സും കണ്ടമാനം ആൾക്കാർ വന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. MBBS ഇനി എടുത്തുകൊണ്ട് കാര്യമുണ്ടോ, അതെല്ലാം സാച്ചുറേറ്റഡ് ആയില്ലേ, അതെയോ ഇനി വെളിയിൽ പോയി എടുക്കുന്നതാണോ, വിദേശ രാജ്യങ്ങളിൽ പോയി MBBS എടുക്കുന്നതാണോ നല്ലത്, അതെയോ MBBS എടുക്കണ്ടേ, അങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. ഒരു അജ്മൽ എന്ന് പറയുന്ന ആള് MBBS വെളിയിൽ പോയി എടുക്കുന്നതിനെതിരെ സംസാരിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ വസ്തുതകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാം. MBBS എടുത്തുകൊണ്ട് കാര്യമുണ്ടോ ഇനി? ഇപ്പോഴത്തെ കാലത്ത് ഏത് കോഴ്സ് എടുത്താലും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല ജോലി കിട്ടുമെന്നുള്ളത്. MBBSനെ പറ്റിയുള്ള ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ടച്ച് എപ്പോഴും അതിനാവശ്യമാണ്. അപ്പോൾ ജോലി ഇല്ലാതിരിക്കുക എന്നൊരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ആൾക്കാരുടെ എണ്ണം കൂടുക, അതായത് ഡിമാൻഡ് കുറയുന്നതനുസരിച്ച്, സപ്ലൈ കൂടുന്നതനുസരിച്ച് തീർച്ചയായും സാലറി താഴും. അങ്ങനെയുള്ളത് പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും. ഇപ്പോൾ പല BDSലൊക്കെ 10,000 രൂപയും 15,000 രൂപയൊക്കെ മാത്രമാണ് സാലറി ഉള്ളത്. MBBSന് ഇപ്പോഴും 300 രൂപ പെർ അവറൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഭാവിയിൽ അതെല്ലാം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് MBBS എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പൈസയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമില്ല, വലിയ ആവശ്യങ്ങളില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് MBBS എടുക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എടുക്കണോ വിദേശത്ത് എടുക്കണോ എന്നുള്ളതാണ്. രണ്ടും തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനായി മാറും ഈ പുറത്തുള്ളവർ, അതായത് പുറത്ത് MBBS ചെയ്യുന്നവർ FMG എക്സാം പാസ്സാവുകയാണെങ്കിൽ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ MBBS എടുക്കുന്ന ഒരാൾക്ക് ഡയറക്റ്റ് FMG എന്ന് പറഞ്ഞ എക്സാമിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റ് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ വെളിയിലുള്ളവർക്ക് FMG എന്ന് പറഞ്ഞൊരു എക്സാം പാസ്സാവണം. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ ഒരു 3 മുതൽ 4 വർഷം എക്സ്ട്രാ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് കഴിഞ്ഞിട്ട് 2 വർഷം ഇൻറ്റേൺഷിപ്പ് ചെയ്ത് അതിനുശേഷം 1 വർഷം നന്നായി പഠിച്ച് FMG പാസ്സാവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. പക്ഷേ 4 വർഷം നമ്മൾ പോവുകയാണെന്ന് ഉള്ളത് മനസ്സിലാക്കുക. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയോ ഒന്നും ഇല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ വലിയ പ്രശ്നങ്ങളില്ല. അതായത് MBBS കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഒരു ഇടത്തരം ഹോസ്പിറ്റലിലോ ഒന്ന് കയറി കഴിഞ്ഞാൽ വലിയ തിരക്കേടില്ലാത്ത ഒരു സാലറി, ഒരു 70,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയൊക്കെ ഉണ്ടാക്കുന്നതിന് വലിയ പ്രയാസമില്ല. പക്ഷെ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതത്ര എളുപ്പമായിട്ട് വരില്ല. അപ്പം സ്പെഷ്യാലിറ്റി ചെയ്യണം. ഇപ്പോൾ ഓർത്തോപെഡിക്സോ അല്ലെങ്കിൽ പീഡിയാട്രിക്സോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ചെയ്താൽ മാത്രമേ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. പിന്നുള്ളത് പൈസയുടെ വ്യത്യാസങ്ങളാണ്. ഇന്ത്യയിൽ ചെയ്യുന്നതും വിദേശത്ത് ചെയ്യുന്നതും തമ്മിലുള്ള പൈസയുടെ വ്യത്യാസങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വിദേശത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തുടക്കത്തിലുള്ള എക്സ്പെൻസ് കുറവായിരിക്കും. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ചെയ്യണമെങ്കിൽ ഒരു 60 ലക്ഷം രൂപ വേണമെങ്കിൽ പുറത്ത് ഒരു 40 ലക്ഷം രൂപയിലൊക്കെ തീരും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് FMGക്കും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ വേണ്ടി ഒരു 2-3 വർഷം നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുള്ളൂ. ആ വർഷങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വർഷങ്ങൾ നഷ്ടപ്പെടുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഡയറക്ട്ലി വലിയ ലാഭം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു ലാസ്റ്റ് പോയിന്റ് കൂടി പറയാം. എന്തുകൊണ്ടാണ് ഇത്ര പബ്ലിസിറ്റി വരുന്നത്? ഇപ്പോൾ വലിയ ഫെയർ ഒക്കെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പബ്ലിസിറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു മാർക്കറ്റാണ്. കാരണം ഒരു കുട്ടിയിൽ നിന്ന് ഏകദേശം 40 ലക്ഷം രൂപയാണ് ഒരു പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടുന്നത്. അതും വളരെ ഗ്ലാമറസ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കുട്ടികൾ അവിടെ പോയി ചേർന്ന് പഠിക്കുകയാണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം, വലിയ തോതിൽ പൈസ വെളിയിലേക്ക് ഒഴുകുന്നുണ്ട്. പക്ഷേ അതിന് തിരിച്ച് ഇവിടെ നിന്ന് പിടിക്കാനുള്ള മാർക്കറ്റ് ക്യാപ്പ് ഇപ്പം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഐഡിയലി ഇന്ത്യയിൽ തന്നെ പറ്റുന്നത്ര ആൾക്കാർ ഇന്ത്യയിൽ തന്നെ MBBS പഠിക്കുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് കോഴ്സസ് എടുക്കുകയാണ് ബെറ്റർ. പിന്നെ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനെതിരെ വേണ്ടി സംസാരിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം അപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങി മറ്റുള്ളവർ പറയും അവർ ഓൾറെഡി ഡോക്ടേഴ്സ് ആയതുകൊണ്ടാണ് ഈ പ്രയാസം. അപ്പോൾ അജ്മലിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അജ്മൽ പറയുന്നതിൽ പലതിലും കാര്യമായ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അജ്മലിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം സത്യത്തിൻ്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ചോയ്സ് എടുക്കുക. അപ്പോൾ വിദേശത്ത് MBBS പഠിക്കുകയാണെങ്കിൽ ഒരു 3-4 വർഷം എക്സ്ട്രാ സ്പെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും പ്രൊസീഡ് ചെയ്യുക. എന്നാലും ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും വെളിയിലാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഉയർന്നു വരാൻ പറ്റൂ.